അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കണവ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ടേ. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങളുടെ എല്ലാവരുടെയും? അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇന്നത്തെ എൻ്റെ പാചകം, ഇന്ന് ഒരു കണവ വറുത്തരച്ച് വയ്ക്കുന്നതാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ 1/2 കിലോ കണവ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള എന്തൊക്കെയാണ് അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ എൻ്റെ കോഴി മോന്ത ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവിടെ എന്താണ് ചെയ്യുന്ന എന്നുള്ള ഇതിലങ്ങനെ നോക്കുകയാണ് ചെറുക്കൻ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്ത, സ്വന്തമായിട്ടെന്ന് പറയാൻ നമ്മൾ കൊട്ടാരക്കര പോയപ്പം ഞാൻ സബിന ഷൈബായും കൂടെ കൊട്ടാരക്കര പോയപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് 2 മുളക് തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അവരും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് മുളവായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 3-4 പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്, 2ലും ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ കണവ കറിയിൽ ഇടാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല മണം കിട്ടും, നല്ല മണമുള്ള മുളകാണേ. 2 മുളകിനും നല്ല മണമുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ള കണവയെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്, വേറെല്ലായിടത്ത് ഇങ്ങനെ എന്താണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കണവ നമുക്ക് നല്ലോണം വൃത്തിയാക്കി അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പം ഞാൻ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ ചെറിയ ഉള്ളിയും പുളിയും ഉലുവയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലതുപോലെ ഇനി നമുക്ക് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു കൈ പിടിക്ക് വേണ്ടി ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ഈ കണവക്കറി വറുത്തരച്ച് വയ്ക്കുന്നതിന് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഒരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഒരു കുഞ്ഞു സവാളയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം നമുക്കുള്ള എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി, തക്കാളി, മുളകും എല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഉള്ളിയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ കുറച്ചൊരു 1 മിനിറ്റെങ്കിലും നമുക്കൊന്ന് അടച്ച് വെച്ച് ഉപ്പും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് അതൊന്ന് വാടി വന്നതിന് ശേഷമേ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചേക്കണം കണവ ആഡ് ചെയ്ത് കൊടുക്കാവൂ. അപ്പോൾ കണവയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഉള്ളിയും മുളകും എല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ തേങ്ങയും വറുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തേങ്ങയും വറക്കണം, വീഡിയോയും എടുക്കണം, ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ നടത്തുകയാണ്. അപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. കുരുമുളകും മഞ്ഞപ്പൊടിയും പിന്നെ ഞാൻ ഇടുന്നുള്ളൂ. അത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ഉള്ളിയും ചെറിയ ഉള്ളിയും മുളകും തക്കാളിയും എല്ലാം ഇവിടെ വാടി വന്നിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കിനി കണവ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒരു 2 മിനിറ്റോളം കിടന്നൊന്ന് വേവിക്കണം, നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കണം അരപ്പ് ചേർത്ത് കൊടുക്കാവൂ. പക്ഷേ ഇത് ഞാൻ എനിക്കറിയില്ലായിരുന്നു കണവ ഇങ്ങനെ കറി വയ്ക്കുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ജാസ്മി. ഇപ്പോഴല്ല, പറഞ്ഞിട്ട് കുറേ നാളാവും, ഒരു 1.5 വർഷമാവും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് അന്ന് അവൾ പറഞ്ഞത് വെച്ച് നോക്കിയായിരുന്നു. അപ്പോൾ കുരുമുളകും മഞ്ഞപ്പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവൾ പറഞ്ഞതുപോലെ ഇതിന് കൂടുതലും ചെറിയ ഉള്ളിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഇതിൽ കൂടുതലും ചേർക്കേണ്ടത്. അതാണ് ടേസ്റ്റും കൂടുതൽ. വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ചെയ്യണം.
സൺഫ്ലവറിൽ ചെയ്യരുത്. നമ്മൾ തേങ്ങ വറക്കുന്നതിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെയൊക്കെ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ കണവ കഷ്ണങ്ങളും എല്ലാം ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് ഇറങ്ങി വെള്ളമാണ്. അപ്പോൾ അത് ഞാൻ അരപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കണവ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കണവ ഇതുപോലെ വറുത്തരച്ച് വെച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ ചെയ്തത് വീഡിയോ എടുക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ കണവ ഇവിടെ നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കറിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കണം. പിന്നെ വിശേഷങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്ത് നോക്കൂ. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.